Once again, welcome back to my YouTube channel. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്, വേറെ ആരോടെങ്കിലും ചോദിക്കുക. ഇതെങ്ങനെ പറയും? ചോദിക്കുക എന്നുള്ളത് ആസ്ക് ആണ്. വേറെ ആരോടെങ്കിലും എന്ന് പറയുന്നത് someone else എന്നാണ്. സോ ആസ്ക് someone else എന്ന് പറഞ്ഞാൽ വേറെ ആരോടെങ്കിലും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നീ വേറെ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും എന്നെങ്ങനെ പറയും? എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് പറയേണ്ടപ്പം വിൽ ഹാവ് ടു ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ നീ എന്നാണ്. സോ യു വരും, യു വിൽ ഹാവ് ടു. ചോദിക്കുക എന്നുള്ളത് ആസ്ക് ആണ്. വേറെ ആരോടെങ്കിലും എന്ന് പറയാൻ someone else. യു വിൽ ഹാവ് ടു ആസ്ക് someone else. നീ വേറെ ആരോടെങ്കിലും ചോദിക്കേണ്ടതായിട്ട് വരും എന്നുള്ള അർത്ഥമാണ്. യു വിൽ ഹാവ് ടു ആസ്ക് someone else. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ വരേണ്ടി വരും എന്നെങ്ങനെ പറയണമെന്ന് നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത്, ആർക്കും അറിയില്ല. ഇതെങ്ങനെ പറയും? ആർക്കും എന്ന് പറയാൻ നോബഡി എന്ന് പറയാം. അറിയുക എന്നുള്ളത് നോയാണ്. അപ്പോൾ നോബഡി നോസ് എന്ന് വരും. ഇവിടെ നോസ് എസ് ചേർത്ത് പറഞ്ഞത് നോബഡി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ്. നിനക്കറിയാവുന്നതെല്ലാം എന്നോട് പറയൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? എന്നോട് പറയുക. അതെങ്ങനെ പറയും? ടെൽ മീ. നിനക്ക് അറിയാവുന്നതെല്ലാം അതെങ്ങനെ പറയും? ഓൾ യു നോ. അല്ലെങ്കിൽ നമുക്ക് എവറിത്തിങ് യു നോ എന്നും പറയാം. ടെൽ മീ എവറിത്തിങ് യു നോ അല്ലെങ്കിൽ ടെൽ മീ ഓൾ യു നോ എന്ന് പറഞ്ഞാൽ നിനക്കറിയാവുന്നതെല്ലാം എന്നോട് പറയുക എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞാൻ പോയി അവനോട് സംസാരിക്കാം. ഇത് ഭാവിയിലെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ പോകാം എന്ന് പറയാൻ ഐ വിൽ ഗോ. അവനോട് സംസാരിക്കാം. അതെങ്ങനെ പറയും? ആൻഡ് ടോക്ക് ടു ഹിം. ഐ വിൽ ഗോ ആൻഡ് ടോക്ക് ടു ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി അവനോട് സംസാരിക്കാം എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നീ അവനെ കാണുകയാണെങ്കിൽ എന്നെ വിളിക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? എന്നെ വിളിക്കുക. വിളിക്കുക എന്നുള്ളത് കോളാണ്. സോ കോൾ മീ എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കുക എന്നാണ്. നീ അവനെ കാണുകയാണെങ്കിൽ, ഇഫ് യു സീ ഹിം. കോൾ മീ ഇഫ് യു സീ ഹിം. അതായത് നീ അവനെ കാണുകയാണെങ്കിൽ എന്നെ വിളിക്കൂ. ഇനി അടുത്തത്, മഴ പെയ്തില്ലെങ്കിൽ ഞാൻ പുറത്തു പോകും. പുറത്തു പോവുക എന്ന് പറയുന്നത് ഗോ ഔട്ട് അല്ലെങ്കിൽ ഗോ ഔട്ട് സൈഡ് എന്ന് പറയാം. സോ ഞാൻ പുറത്തു പോകും. അതെങ്ങനെ പറയും? ഐ വിൽ ഗോ ഔട്ട്. മഴ പെയ്തില്ലെങ്കിൽ അതെങ്ങനെ പറയും? If it doesn't rain. I will go out if it doesn't rain. അതായത് മഴ പെയ്തില്ലെങ്കിൽ ഞാൻ പുറത്ത് പോകും. ഇനി അടുത്തത്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഹാവ് നോട്ട്, അതായത് ഹാവൻറ്റ് പ്ലസ് വേർബിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ചിന്തിക്കുക എന്നുള്ളത് തിങ്ക് ആണ്. അതിൻ്റെ V3 ഫോം തോട്ട് ആണ്. സോ ഞാൻ ചിന്തിച്ചിട്ടില്ല. അതെങ്ങനെ പറയും? ഐ ഹാവൻറ്റ് തോട്ട്. അതിനെക്കുറിച്ച് എന്ന് പറയാൻ എബൌട്ട് ഇറ്റ്. ഐ ഹാവൻറ്റ് തോട്ട് എബൌട്ട് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ആരോടും പറഞ്ഞിട്ടില്ല എന്നെങ്ങനെ പറയുമെന്നൊന്ന് കോമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത്, ഞാൻ ഇപ്പോഴും ഒരല്പം ആശയക്കുഴപ്പത്തിലാണ് എന്ന് പറയണം. ആശയക്കുഴപ്പത്തിൽ എന്ന് പറയാൻ എങ്ങനെയാണ്? കൺഫ്യൂസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അല്പം ആശയക്കുഴപ്പത്തിൽ, എ ലിറ്റിൽ കൺഫ്യൂസ്ഡ്. ഇനി ഞാനാണ് എന്ന് പറയുന്നത് ഐ ആം എന്നാണ്. സോ ഐ ആം ഇപ്പോഴും, സ്റ്റിൽ. ഐ ആം സ്റ്റിൽ എ ലിറ്റിൽ കൺഫ്യൂസ്ഡ്. ഞാൻ ഇപ്പോഴും അല്പം ആശയക്കുഴപ്പത്തിലാണ്. ഐ ആം സ്റ്റിൽ എ ലിറ്റിൽ കൺഫ്യൂസ്ഡ്. ഇനി അടുത്തത്, നീ കഴിഞ്ഞ തവണയും ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പറയണം. ഇത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ്. പറയുക എന്ന് പറയുന്നത് സേ ആണ്. അപ്പോൾ പറഞ്ഞത് എന്ന് പറയാൻ സെഡ്. നീ പറഞ്ഞത്, യു സെഡ്. അതേ കാര്യം എന്നെങ്ങനെ പറയും? ദ സെയിം തിങ്. സോ യു സെഡ് ദ സെയിം തിങ്. കഴിഞ്ഞ തവണ എന്ന് പറയാൻ ലാസ്റ്റ് ടൈം. യു സെഡ് ദ സെയിം തിങ് ലാസ്റ്റ് ടൈം. അതായത് നീ കഴിഞ്ഞ തവണയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്നാണ് മീനിങ്. യു സെഡ് ദ സെയിം തിങ് ലാസ്റ്റ് ടൈം. ഇനി അടുത്തത്, എനിക്കുള്ളത് കൊണ്ട് ഞാൻ സന്തുഷ്ടനാണ് അല്ലെങ്കിൽ ഞാൻ എനിക്കുള്ളതിൽ സന്തുഷ്ടനാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞാൻ സന്തുഷ്ടനാണ് എന്ന് പറയുന്നത് ഐ ആം ഹാപ്പി എന്നാണ്. എനിക്കുള്ളതിൽ അല്ലെങ്കിൽ എനിക്കുള്ളത് വെച്ച് എന്നെങ്ങനെ പറയും? വിത്ത് വാട്ട് ഐ ഹാവ്.
സോ ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് വെച്ച് ഞാൻ സന്തുഷ്ടനാണ് എന്നുള്ള അർത്ഥമാണ്. ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. ഇനി അടുത്തത്, ഞാൻ വിജയിക്കുന്നത് വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയണം. അതെങ്ങനെ പറയും? ശ്രമിക്കുക എന്നുള്ളത് ട്രൈ ആണ്. സോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാൻ ഐ വിൽ കീപ് ട്രൈയിങ് എന്ന് പറയാം. ഐ വിൽ കീപ് ട്രൈയിങ്. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഞാൻ വിജയിക്കുന്നത് വരെ, അതെങ്ങനെ പറയും? വരെ എന്ന് പറയാൻ അൺടിൽ. സോ ഐ വിൽ കീപ് ട്രൈയിങ് അൺടിൽ ഐ സക്സീഡ്. ഐ വിൽ കീപ് ട്രൈയിങ് അൺടിൽ ഐ സക്സീഡ്. അതായത് ഞാൻ വിജയിക്കുന്നത് വരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി അവർ വീട്ടിലാണ്. അവർ, ദേ, ഇത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ആണ് എന്ന് പറയാൻ ആറാണ് യൂസ് ചെയ്യേണ്ടത്. സോ ദേ ആർ. വീട്ടിൽ എന്ന് പറയാൻ അറ്റ് ഹോം. ദേ ആർ അറ്റ് ഹോം. അവർ വീട്ടിലാണ്. ഇനി അടുത്തത്, ആരവളെ പരിപാലിക്കും. പരിപാലിക്കുക എന്ന് പറയുന്നത് ലുക്ക് ആഫ്റ്റർ എന്നാണ്. സോ ആര് അവളെ പരിപാലിക്കും? അതെങ്ങനെ ചോദിക്കും? ആര് എന്ന് ചോദിക്കാൻ ഹൂ. ഇത് ഭാവിയിലെ കാര്യമാണ്. ഹൂ വിൽ. പരിപാലിക്കുക എന്ന് പറയാൻ ലുക്ക് ആഫ്റ്റർ. അവളെ എന്ന് പറയാൻ ഹെർ. ഹൂ വിൽ ലുക്ക് ആഫ്റ്റർ ഹെർ എന്ന് ചോദിച്ചാൽ ആര് അവളെ പരിപാലിക്കും. ഇനി അടുത്തത്, ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല എന്ന് പറയണം. കേൾക്കുക എന്ന് പറയാൻ ഹിയർ ആണ്. വ്യക്തമായിട്ട് എന്ന് പറയാൻ ക്ലിയർലി എന്ന് പറയാം. സോ ഇത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്, അതുകൊണ്ട് തന്നെ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നെഗറ്റീവാണ്, അതുകൊണ്ട് ഡിഡിൻ്റ് വരും. സോ ഐ ഡിഡിൻറ്റ് ഹിയർ ക്ലിയർലി എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല. ഇനി അടുത്തത്, നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ നിനക്ക് പേടിയുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? ആർ യു അഫ്രൈഡ്. ആർ യു അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ നിനക്ക് പേടിയുണ്ടോ എന്നാണ്. ഇനി പേടിയില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ആറിൻ്റെ കൂടെ നോട്ടോട് ചേർക്കുക. സോ ആറിൻറ്റ് എന്ന് വരും. സോ ആറിൻറ്റ് യു അഫ്രൈഡ് എന്ന് ചോദിച്ചാൽ നിനക്ക് പേടിയില്ലേ എന്നാകും. ഇനി നമുക്ക് എന്നാ ചോദിക്കേണ്ടത്? ഒറ്റയ്ക്ക് പോകാൻ. ഒറ്റയ്ക്ക് പോവുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗോ എലോൺ. ഇനി ഒറ്റയ്ക്ക് പോകാൻ എന്നാണ്. പോകാൻ എന്ന് പറയേണ്ടപ്പം ടു ഗോ എന്ന് വരും. സോ ആറിൻറ്റ് യു അഫ്രൈഡ് ടു ഗോ എലോൺ. ആറിൻറ്റ് യു അഫ്രൈഡ് ടു ഗോ എലോൺ എന്ന് പറഞ്ഞാൽ നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലേ എന്നാണ് മീനിങ്. ആറിൻറ്റ് യു അഫ്രൈഡ് ടു ഗോ എലോൺ. ഇനി അടുത്തത്, നമുക്ക് ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അപ്പം നമുക്ക് കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ വി എന്ന് വരും. വിശ്വസിക്കുക എന്നെങ്ങനെ പറയും? ട്രസ്റ്റ് എന്ന് പറയാം. സോ ഈ മനുഷ്യൻ എന്ന് പറയാൻ ദിസ് പേഴ്സൺ. ക്യാൻ വി ട്രസ്റ്റ് ദിസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയുമോ എന്നാണ്. ക്യാൻ വി ട്രസ്റ്റ് ദിസ് പേഴ്സൺ. ഇനി അടുത്തത്, നീ ഏതാണ് തിരഞ്ഞെടുത്തത്? തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ചൂസ് എന്നാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്, അതുകൊണ്ട് തന്നെ ഡിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഏത് എന്നെങ്ങനെ ചോദിക്കും? വിച്ച് വൺ. സോ വിച്ച് വൺ ഡിഡ് യു ചൂസ് എന്ന് ചോദിച്ചാൽ നീ ഏതാണ് തിരഞ്ഞെടുത്തത്? വിച്ച് വൺ ഡിഡ് യു ചൂസ്. ഇനി അടുത്ത സെൻറ്റൻസ്, ഞാൻ ചിലപ്പോൾ മാത്രമേ പോകാറുള്ളൂ. അതെങ്ങനെ പറയും? നമുക്കറിയാം പോവുക എന്ന് പറയുന്നത് ഗോ ആണ്. ചിലപ്പോൾ എന്ന് പറയുന്നത് സംടൈംസ് എന്നാണ്. സോ ഇവിടെ ഞാൻ, ഐ, മാത്രമേ എന്ന് പറയാൻ ഒളി എന്നാണ് പറയുന്നത്. സോ ഐ ഒളി ഗോ സംടൈംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മാത്രമേ പോകാറുള്ളൂ എന്നാണ് അർത്ഥം. ഐ ഒളി ഗോ സംടൈംസ്. ഇനി അടുത്തത്, അവൻ നിൻ്റെ സഹോദരനാണോ എന്ന് ചോദിക്കണം. നമുക്കറിയാം ആണോ എന്ന് ചോദിക്കേണ്ടപ്പം ഈസും ആറുമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ അവൻ എന്നാണ്, അവൻ സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് കൊണ്ട് തന്നെ ഈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഈസ് ഹി നിൻ്റെ സഹോദരൻ എന്ന് പറയാൻ യുവർ ബ്രദർ. ഈസ് ഹി യുവർ ബ്രദർ എന്ന് ചോദിച്ചാൽ എന്താണ്? അവൻ നിൻ്റെ സഹോദരനാണോ. ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ, നീ ഇത്ര മണ്ടനാണോ? ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? അപ്പം നീ ആണോ എന്ന് പറയേണ്ടപ്പോൾ നമുക്കറിയാം ആർ യു. ഇത്ര മണ്ടൻ എന്നെങ്ങനെയാണ് പറയുന്നത്? മണ്ടൻ എന്ന് പറയാൻ സ്റ്റുപ്പിഡ് എന്നാണ് പറയുന്നത്. സോ ആർ യു ദാറ്റ് സ്റ്റുപ്പിഡ്. ആർ യു ദാറ്റ് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാൽ നീ അത്ര മണ്ടനാണോ എന്നാണ് മീനിങ്. ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ കുടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ കുടിക്കണമെന്നുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? ഞങ്ങൾക്കെല്ലാവർക്കും എന്ന് പറയാൻ
വി ഓൾ എന്ന് പറയാം. വി ഓൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും, ഞങ്ങൾക്കെല്ലാവർക്കും എന്നുള്ള അർത്ഥം വരും. അല്ലെങ്കിൽ ഓൾ ഓഫ് എസ് എന്നും പറയാം. ഓൾ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നുള്ള അർത്ഥമാണ്. ചായ കുടിക്കണം എന്നല്ലേ, അപ്പോൾ ഒരു ആഗ്രഹമാണ്. അപ്പം വോണ്ട് ടു. ചായ കുടിക്കുക എന്ന് പറയാൻ ഡ്രിങ്ക് ടീ. സോ ഒന്നുകിൽ വി ഓൾ വോണ്ട് ടു ഡ്രിങ്ക് ടീ എന്ന് പറയാം, അല്ലെങ്കിൽ ഓൾ ഓഫ് എസ് വോണ്ട് ടു ഡ്രിങ്ക് ടീ എന്ന് പറയാം. ഇനി ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയി എന്ന് പറയണം. ഇതെങ്ങനെ പറയും? ഇത് പാസ്റ്റ് ടെൻസ് ആണല്ലേ. പോവുക എന്ന് പറയുന്നത് ഗോ ആണ്. പോയി എന്ന് പറയാൻ വെൻറ്റ് എന്ന് വരും. ഞാൻ പോയി, ഐ വെൻറ്റ്. നാട്ടിലേക്ക് അല്ലെങ്കിൽ ജന്മനാട്ടിലേക്ക് എന്നൊക്കെ പറയാൻ ഹോം ടൗൺ എന്നാണ് പറയുന്നത്. സോ ഐ വെൻറ്റ് ടു മൈ ഹോം ടൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയി എന്നുള്ള അർത്ഥമാണ്. ഐ വെൻറ്റ് ടു മൈ ഹോം ടൗൺ. ഇനി അടുത്തത്, നീ എന്താണ് ഒറ്റയ്ക്ക്? എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ വൈ. നീ എന്തുകൊണ്ടാണ് എന്നാണ്. സോ വൈ ആർ യു ഒറ്റയ്ക്ക് എന്ന് പറയാൻ എലോൺ. വൈ ആർ യു എലോൺ? നീ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക്? വൈ ആർ യു എലോൺ? ഇനി അടുത്തത്, നിനക്ക് എന്നെ അത് അറിയിക്കാമായിരുന്നു. എന്തെങ്കിലും കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയേണ്ടപ്പം കുഡ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നിനക്കറിയിക്കാമായിരുന്നു എന്നാണ് പറയേണ്ടത്. സോ യു കുഡ് ഹാവ്. അറിയിക്കുക എന്ന് പറയുന്നത് ഇൻഫോം എന്നാണ്. എപ്പോഴും കുഡ് ഹാവ് കഴിഞ്ഞിട്ട് V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇൻഫോമിൻ്റെ V3 ഫോം ഇൻഫോംഡ് ആണ്. സോ യു കുഡ് ഹാവ് ഇൻഫോംഡ് എന്നെ എന്ന് പറയാൻ മീ. യു കുഡ് ഹാവ് ഇൻഫോംഡ് മീ. നിനക്ക് എന്നെ അറിയിക്കാമായിരുന്നു. ഇനി അടുത്തത്, ഞാൻ തന്നെ അവളോട് ചോദിച്ചോളാം. ഞാൻ അവളോട് ചോദിക്കാം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണല്ലേ. അപ്പം വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ ചോദിക്കാം, ഐ വിൽ. ചോദിക്കുക എന്നുള്ളത് ആസ്ക് ആണ്. അവളോട് എന്ന് പറയാൻ ഹേർ. ഐ വിൽ ആസ്ക് ഹേർ. ഞാൻ തന്നെ എന്നാണ് പറയേണ്ടത്. അപ്പോൾ മൈസെൽഫ്. ഐ വിൽ ആസ്ക് ഹേർ മൈസെൽഫ്. അതായത് ഞാൻ തന്നെ അവളോട് ചോദിച്ചോളാം. ഇനി അടുത്തത്, ഇങ്ങനെ പെരുമാറിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഖേദിക്കുന്നു എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ആം സോറി എന്ന് പറയാം. ഐ ആം സോറി. ഇങ്ങനെ പെരുമാറിയതിൽ, പെരുമാറുക എന്ന് പറയുന്നത് ബിഹേവ് എന്നാണ്. സോ ഐ ആം സോറി ഫോർ ബിഹേവിങ്. ഇങ്ങനെ എന്ന് പറയാൻ ദിസ് വേ. ഐ ആം സോറി ഫോർ ബിഹേവിങ് ദിസ് വേ. ഇങ്ങനെ പെരുമാറിയതിൽ ഞാൻ ഖേദിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസ്, അവൻ എല്ലാം ചിന്തിക്കാതെയാണ് ചെയ്യുന്നത് എന്ന് പറയണം. അപ്പോൾ അവൻ എല്ലാം ചെയ്യുന്നത്, ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വേണം പറയാൻ. അപ്പോൾ അവൻ എല്ലാം ചെയ്യുന്നത്, ഹി ഡസ് എവ്രിതിങ്. ചിന്തിക്കാതെ എന്ന് പറയുന്നത് വിത്തൗട്ട് തിങ്കിങ് എന്നാണ്. സോ ഹി ഡസ് എവ്രിതിങ് വിത്തൗട്ട് തിങ്കിങ്. ഇനി ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം നിൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്, അല്ലെങ്കിൽ നിൻ്റെ മനസ്സിൽ കൂടെ എന്താണ് കടന്നു പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ യുവർ മൈൻഡ്. വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ യുവർ മൈൻഡ്. ഇൻ യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ നിൻ്റെ മനസ്സിൽ എന്താണ്. സോ നിൻ്റെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നത് എന്ന് ചോദിക്കാനാണ് വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ യുവർ മൈൻഡ്. ഇനി അടുത്ത സെൻറ്റൻസ്, അത് ഒട്ടും പ്രയോജനകരമല്ല. പ്രയോജനകരം എന്ന് പറയുന്നത് യൂസ്ഫുൾ എന്നാണ്. സോ അത് പ്രയോജനകരമാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? ഇറ്റ്സ് യൂസ്ഫുൾ. ഇറ്റ് ഈസ് യൂസ്ഫുൾ. അത് പ്രയോജനകരമാണ്. അപ്പോൾ അത് പ്രയോജനകരമല്ല എന്ന് പറയാൻ ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ. ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ. അത് പ്രയോജനകരമല്ല. ഇനി ഒട്ടും എന്ന് പറയേണ്ടപ്പം അറ്റ് ഓൾ എന്ന് പറയുക. സോ ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ അത് ഒട്ടും പ്രയോജനകരമല്ല. ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ അറ്റ് ഓൾ. ഇനി അടുത്തത്, പക്ഷേ എന്തിന്? അതെങ്ങനെ ചോദിക്കും? പക്ഷേ എന്ന് പറയാൻ ബട്ട്. എന്തിന് എന്ന് പറയാൻ വൈ. ബട്ട് വൈ. ഇനി അടുത്തത്, ഞാൻ സംസാരിക്കുമ്പോൾ അവൻ എപ്പോഴും തടസ്സപ്പെടുത്തുന്നു. അതായത് അവൻ എപ്പോഴും ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു എന്ന് പറയണം. എപ്പോഴും, ഓൾവേസ്. തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ഇൻറ്ററപ്റ്റ് എന്നാണ്. സോ ഹീ ഓൾവേസ് ഇൻറ്ററപ്റ്റ്സ് മീ. ഞാൻ സംസാരിക്കുമ്പോൾ എന്ന് പറയാൻ വൈൽ ഐ ആം സ്പീക്കിംഗ്. ഹീ ഓൾവേസ് ഇൻറ്ററപ്റ്റ്സ് മീ വൈൽ ഐ ആം സ്പീക്കിംഗ്. അതായത് ഞാൻ
സംസാരിക്കുമ്പോൾ അവനെപ്പോഴും ഇടയിൽ കയറി സംസാരിക്കും, അല്ലെങ്കിൽ അവനെപ്പോഴും എൻ്റെ സംസാരം തടസ്സപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥമാണ്. ഹി ഓൾവേസ് ഇൻറ്ററപ്റ്റ്സ് മീ വൈൽ ഐ ആം സ്പീക്കിംഗ്. ഇനി നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും പാചകം ചെയ്യാം എന്ന് പറയണം. നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ലെറ്റ്സ് കഴിഞ്ഞിട്ട് ആ വേർബ് എന്താണോ അത് പറയുക. അപ്പോൾ ഇവിടെ പാചകം ചെയ്യുക, ഇത് കുക്ക് എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് കുക്ക്. എന്തെങ്കിലും ഒരുമിച്ച് എന്നെങ്ങനെ പറയും? എന്തെങ്കിലും എന്ന് പറയാൻ സംതിങ്, ഒരുമിച്ച് എന്ന് പറയാൻ ടുഗെദർ. ലെറ്റ്സ് കുക്ക് സംതിങ് ടുഗെദർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും പാചകം ചെയ്യാം എന്നുള്ള അർത്ഥമാണ്. ലെറ്റ്സ് കുക്ക് സംതിങ് ടുഗെദർ. ഇനി ഇന്നത്തെ ലാസ്റ്റ് സെൻറ്റൻസ്, അത് നിന്നോട് പറയാൻ പറ്റിയ ശരിയായിട്ടുള്ള സമയമല്ലായിരുന്നു എന്ന് പറയണം. ശരിയായിട്ടുള്ള സമയം എന്ന് പറയാൻ റൈറ്റ് ടൈം എന്ന് പറയണം. അപ്പോൾ ശരിയായിട്ടുള്ള സമയം അല്ലായിരുന്നു, അതെങ്ങനെ പറയും? ഇറ്റ് വാസൻറ്റ് ദ റൈറ്റ് ടൈം. നിന്നോട് പറയാൻ എന്ന് പറയാൻ ടു ടെൽ യു. ഇറ്റ് വാസൻറ്റ് ദ റൈറ്റ് ടൈം ടു ടെൽ യു. അതായത് അത് നിന്നോട് പറയാൻ ഉള്ള ശരിയായിട്ടുള്ള സമയം അല്ലായിരുന്നു എന്നാണ് മീനിങ്. ഇറ്റ് വാസൻറ്റ് ദ റൈറ്റ് ടൈം ടു ടെൽ യു. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് മലയാളം സെൻറ്റൻസസ് ആണ് നമ്മൾ കണ്ടത്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. സോ നമുക്ക് പുതിയ കുറച്ച് സെൻറ്റൻസസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.